പ്രവചന പുസ്തകം 12-ാം അധ്യായം 21 മുതലുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. മനുഷ്യപുത്ര, കാലം നീണ്ടുപോകും, ദർശനമൊക്കെയും ഒക്കാതെ പോകും എന്ന് നിങ്ങൾക്ക് ഇസ്രായേൽ ദേശത്തിന് പഴഞ്ചൊല്ലുള്ളത് എന്ത്? അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ പഴഞ്ചൊല്ല് നിർത്തലാക്കും. അവർ ഇസ്രായേലിൽ ഇനി അത് ഒരു പഴഞ്ചൊല്ലായി ഉപയോഗിക്കുകയില്ല. കാലവും സകല ദർശനത്തിലെ നിവൃത്തിയും അടുത്തിരിക്കുന്നു എന്ന് അവരോട് പ്രസ്താവിക്കുക. ഇസ്രായേൽ ഗ്രഹത്തിൽ ഇനി വിദ്യാദർശനവും വ്യാജദർശനവും ഉണ്ടാകുകയില്ല. യഹോവയായി ഞാൻ പ്രസ്താവിക്കാൻ ഇച്ഛിക്കുന്ന വചനം പ്രസ്താവിക്കും. അത് താമസിയാതെ നിവൃത്തിയാകും. മനസ്സിലില്ലെന്നവേ, നിങ്ങളുടെ കാലത്ത് തന്നെ ഞാൻ വചനം പ്രസ്താവിക്കുകയും നിവർത്തിക്കുകയും ചെയ്യുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാടെങ്കിൽ ഉണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം ഇവൻ ദർശിക്കുന്ന ദർശനം വളരെ നാളത്തേക്കുള്ളതും ഇവർ പ്രവചിക്കുന്നത് ദീർഘകാലത്തേക്കുള്ളതും ആകുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ വചനങ്ങളിൽ ഒന്നും നീ താമസിക്കുകയില്ല. ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവൃത്തിയാകുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇനി മിഥ്യാദർശനവും വ്യാജ പ്രശ്നവും ഉണ്ടാവുകയില്ല. തമിഴിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: കള്ള ദീർഘദർശനവും പൊയ്ചൊല്ലലും ഇനി ഉണ്ടാവുകയില്ല. വെളിച്ചപ്പാടിന്റെ സഹായത്തോടെ മരിച്ചുപോയ ആത്മാവിന്റെ പേരിലൊല്ലി വരുന്ന ദുരാത്മാക്കളുടെ സഹായത്തോടെയുള്ള ആലോചനകൾ ഇനി നടക്കുകയില്ല. വീണ്ടെടുക്കപ്പെട്ട ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനത്തിന്റെ വാഗ്ദത്ത നിവർത്തിയെ കാലതാമസം വരുത്തുന്ന ദർശനം ഒക്കാതെ വരുമെന്നൊക്കെ പറയുന്ന ഒരു പഴഞ്ചൊല്ല് അന്തരീക്ഷ മണ്ഡലത്തിൽ പറയുന്നുണ്ട്. അതിലെ പറഞ്ഞ കാര്യങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. എന്നാൽ ദൈവാത്മാവ് പറയുന്നത്, ഇനി ജനം പറഞ്ഞുകൊണ്ടിരുന്ന അതിലെ പഴഞ്ചൊല്ലുകളെ സ്വർഗത്തിലെ ദൈവം ഇല്ലായ്മ ചെയ്യുവാൻ പോവുകയാണ്, മായിച്ചു കളയുകയാണ്. അതിലെ കാലം ഇനിയും കാലദൈർഘ്യം അതിലുണ്ട്. ദൈവം പറഞ്ഞത് ഉടനെ സംഭവിക്കത്തില്ല, കുറച്ചുകൂടെ കഴിഞ്ഞാൽ സംഭവിക്കും. കുറച്ചുകൂടെ വർഷങ്ങൾ അതിൽ കാത്തിരിക്കേണ്ടി വരും. മാനസാന്തരത്തിന് വേണ്ടി അവൻ കാത്തിരിക്കേണ്ടി വരും. ചില വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് കള്ളപ്രവചനത്തിലൂടെ ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പറച്ചിലുകളെ സ്വർഗത്തിലെ ദൈവം നിർത്തൽ ചെയ്യുവാൻ പോവുകയാണ്. വചനം പ്രസ്താവിക്കുന്നത് വേഗത്തിൽ സംഭവിക്കുവാൻ പോവുകയാണ്. കർത്താവ് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവ മനുഷ്യരെ കുറിച്ച് ആ മനുഷ്യൻ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും. കുറിചൊല്ലുന്ന ആത്മാവ്, വെളിച്ചപ്പാടിന്റെ ആത്മാവിനെ സ്വർഗത്തിലെ ദൈവം നിർത്തൽ ചെയ്യുമെന്ന്, നീക്കിക്കളയുമെന്ന് കർത്താവിന്റെ വചനം പറയുകയാണ്. വ്യാജ പ്രശ്നം ദൈവജനത്തിന് വിരോധമായി ഉള്ള എല്ലാറ്റിനും ദൈവം നിർവീര്യമാക്കുകയാണ്. യഥാർത്ഥ പ്രവചനം വെളിപ്പെടാതെ, യഥാർത്ഥ വചനം വെളിപ്പെടാതെ, വചനത്തിന്റെ നിവർത്തി വെളിപ്പെടാതെ തടയുന്ന അകത്തും പുറത്തും ഉള്ള ആത്മീകതയുടെ അകത്തും ആത്മീകരല്ലാതെ പുറത്തായിരിക്കുന്നവരുടെയും ഉള്ളിൽ നിന്ന് വ്യാപരിക്കുന്ന എതിർത്ത് നിൽക്കുന്ന, മത്സരിച്ചു നിൽക്കുന്ന സകല അന്ധകാര ശക്തികളുടെയും എന്റെ ദൈവം നിർമൂലമാക്കുവാൻ പോവുകയാണ്. ഈ 1,20,000-ത്തിലധികം വരുന്ന ജനം കർത്താവ് എന്തെന്നറിയോ? അവരിലേക്ക് ദൈവത്തെ കുറിച്ച് ഉള്ള ഭയം എന്തെന്നറിയോ? ഒരു ദൈവ മനുഷ്യൻ ആത്മാവിന്റെ നിയോഗം പോലെ, ആത്മാവ് സംസാരിച്ചതുപോലെ പ്രവചിച്ചപ്പോൾ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി. സ്തോത്രം. അതിന്റെ അവസാനത്തെ വാക്യം, എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞു കൂടാത്ത 1,20,000-ൽ ചില്ലുവാനും മനുഷ്യരും അനേക മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. ആ ദൈവ മനുഷ്യനിലുള്ള ദൈവ കൃപയുടെ ആഴം മനസ്സിലാക്കണം. നമ്മിൽ ഒതുങ്ങി നിൽക്കുന്ന ആത്മസാന്നിധ്യമല്ല, കാട്ടുതീ പറ്റി പിടിക്കുന്നത് പോലെ അതിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ജനഹൃദയങ്ങളെ തൊടുവാൻ കഴിവുള്ളതാണ്. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും. എത്ര പദമുണ്ട്? 6 പദമുണ്ട്. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും. 6 പദമുള്ള ഒരു വരി, ഒരു ദൂത് സംസാരിച്ചപ്പോൾ ഒരു മനുഷ്യനാണ് പറയുന്നത്. സ്വതന്ത്രം ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള തീരുമാനം 6 വാക്യം പറഞ്ഞു. സ്വതന്ത്രം ഒരു സെന്റൻസ് പറഞ്ഞു, അധികം പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ തീരുമാനത്തെ, സ്വന്തം ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള വേദനയെ, ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള കോപത്തെ സ്വന്തം പ്രവാചകൻ
നാവിലൂടെ പോഷിച്ച് പറഞ്ഞപ്പോ സ്വന്തം കേട്ടവരത്രയും ആ വാക്കിനെ കൈമാറാൻ തുടങ്ങി. ആ വാക്കുകൾ ദൈവത്തിന്റെ ഹൃദയത്തിലെ വേദന നിറഞ്ഞു നിന്നു. ആ വാക്കുകൾ ദൈവത്തിന്റെ ഹൃദയത്തില് കോപം നിറഞ്ഞു നിന്നു. ആ വാക്കുകളിൽ ദൈവത്തിന്റെ തീരുമാനം വെളിപ്പെടുവാനിടയായി. മാത്രമല്ല, ആ വാക്കുകളിൽ അതിനുള്ള പോംവഴി ദൈവം ചിന്തിച്ചത്, അവരുടെ ചിന്തകളിൽ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവ് മുഖാന്തരം ഓരോ ചിന്തകളിലും സ്വാധീനിക്കുവാനിടയായി. രാജാവിനെ സ്വാധീനിക്കുവാനിടയായി. പോംവഴി പറയത്തക്കവണ്ണം രാജാവിനെ സ്വാധീനിക്കുന്ന തരത്തിൽ ആ ദൂത് അറിയിച്ച ദൈവദാസനിലൂടെ വ്യാപരിക്കുവാനിടയായി. ഉപവാസത്തോടെയുള്ള ദൂതായിരുന്നു. സ്തോത്രം. ഒരു വെള്ളം കുടിക്കാതെ, ഒരു ആഹാരം കഴിക്കാതെ, സ്തോത്രം, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നുള്ള ഒരു രീതിയിൽ നിലവിളിച്ച നിലവിളി, മീനിന്റെ വയറ്റിനകത്ത് കിടന്ന ആ ഒരു നിലവിളി, സ്വർഗത്തിന്റെ ദൈവം ചില ദിവസങ്ങൾക്ക് മുമ്പേ എന്ത് ചെയ്തെന്നറിയോ? ഹൃദയത്തിൽ ഈ ദൂത് കൊടുത്തതാണ്. സ്തോത്രം. പറയാൻ കൽപ്പിച്ചതാണ്. എന്നാൽ പറയാതെ മൗനമായിരിക്കുമ്പോൾ ദിശ മാറി സഞ്ചരിച്ചിട്ടും ആ ദൈവ മനുഷ്യനെ ഉപവസിപ്പിക്കാൻ ഇടയായി. 3 രാവും 3 പകലും നിലവിളിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ഒരു തീരുമാനമെല്ലാം എടുത്ത് ആയിരിക്കുമ്പോ എത്തേണ്ട ഇടത്ത് ആ മീനിനെ കൊണ്ട് ദൈവം എത്തിക്കുവാനിടയായി. മീനിന്റെ അകത്തുള്ള യോനയെ പുറത്തു കൊണ്ടുവരുവാനിടയായി. സ്തോത്രം. ആ ദൈവ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വന്ന ആ ദൂത് ഒന്നേ ദൈവത്തിന്റെ ഹൃദയത്തിലെ വേദന ഒരു പട്ടണത്തോട് വിളിച്ചു പറയുകയാണ്. 2 ദൈവത്തിന്റെ കോപം വിളിച്ചു പറയുകയാണ്. ദൈവത്തിന്റെ തീരുമാനം വിളിച്ചു പറയുകയാണ്. ദൈവത്തിന്റെ തീരുമാനത്തിൽ എന്തൊക്കെയുണ്ട്. സ്തോത്രം. അവിടെ വായിക്കുവാൻ കഴിയുന്നത് ഇനി 40 നാൾ കഴിയുമ്പോൾ സ്തോത്രം ഡേറ്റ് പറയുകയാണ്, തീയതി പറയുകയാണ്. തീയതി പറഞ്ഞ് സ്തോത്രം ദൂത് പറയുന്ന ഒരു ദൂതുവാഹിയെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് ഒന്നും ശരിയാകതെയൊക്കെ എന്ത് ചെയ്യുന്നു? പോകുന്നു. മനസ്സിൽ തോന്നുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഡേറ്റ് എല്ലാം എന്ത് ചെയ്യുന്നു? വിളിച്ചു പറയുന്നു. 2 ദൈവം പറയുന്ന ഡേറ്റ് ആണെങ്കിലും കർത്താവ് നിശ്ചയിച്ചത് നിവർത്തിക്കുവാൻ എന്റെ കർത്താവ് മതിയായവനാണ് പറയുന്ന ദൂത്. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും. 40 ദിവസം ഒരു കാലഘട്ടം അല്ലെങ്കിൽ അനുഗമിക്കാൻ ഒരു കാലം ദൈവം കൊടുത്തിട്ടാണ് സ്വന്തം ഒരു ദൂത് അല്ലെങ്കിൽ കോപം നിവർത്തീകരിക്കാൻ വിളിച്ചു പറയുന്നത്. സ്വതന്ത്രം. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും. അതിനർത്ഥം എന്താണ്? എണ്ണപ്പെട്ട ദിവസങ്ങൾ സ്വതന്ത്രം അവർക്ക് മുൻപിലുള്ളപ്പോൾ അനുദപിക്കാൻ രാജാവേ, അതുപോലെ അധിപതിമാരെ, മന്ത്രിമാരെ, സാധാരണ ജനമേ, നിങ്ങൾക്കൊരു അവസരം തരികയാണ്. മനസ്സരിവിന്റെ, കരുണയുടെ, ദയയുടെ സ്വതന്ത്രം ഒരു ഭാഗമാണ്, ഒരു വാക്കാണ്. സ്വതന്ത്രം. കോപമാണ് ഈ യോന വിളിച്ചു പറയുന്നത്. ദൈവത്തിന്റെ കോപമാണ് വിളിച്ചു പറയുന്നത്. ഈ ദൂതിൽ എന്തൊക്കെയുണ്ട്? സ്വതന്ത്രം. 6 വാക്കുള്ള ഈ ദൂതിന് എന്തൊക്കെയുണ്ട്? 1 സ്വതന്ത്രം ദൈവത്തിന്റെ തീരുമാനം, 2 ദൈവത്തിന്റെ വിഷമം, 3 ദൈവത്തിന്റെ കോപം, 4 ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ സ്നേഹം. അനുദപിക്കുന്ന ജനത്തെ രക്ഷിക്കുവാനുള്ള മനസ്സ് സ്വതന്ത്രം അവിടെ കാണിക്കുകയാണ്. അവിടെ ജനത്തിനൊരു കാണിയളവ് കൊടുത്തിട്ട് പറയുകയാണ്, ഇനി 40 ദിവസം കഴിയുമ്പോൾ. എന്തുമാത്രം ദീർഘക്ഷമയുള്ള ദൈവത്തിന്റെ വാക്കുകൾ. അതാരും മനസ്സിലാക്കി, നിലവേക്കാരും മനസ്സിലാക്കി. രാജാവിന് മനസ്സിലാക്കുവാൻ ദൈവം ജ്ഞാനം കൊടുക്കുവാൻ ഇടയായി. രാജാവ് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. മൃഗമാണെങ്കിലും മനുഷ്യരാണെങ്കിലും സ്വതന്ത്രം കെട്ടുകൊടുത്തുകൊണ്ട് വെണ്ണീറിൽ അവൻ കിടന്ന് എന്ത് ചെയ്യണം? ഉപവസിക്കണം. വെള്ളം കുടിക്കരുത്, ആഹാരം കഴിക്കരുത്.
ക്രൈസ്തവോ എത്ര നാൾ ഉപവസിച്ചെന്നൊന്നും നമുക്ക് ഹല്ലേലൂയ കാണാൻ കഴിയുന്നില്ല. എന്നാൽ അവൻ ഹല്ലേലൂയ ഉപവാസത്തെ ദൈവം അംഗീകരിക്കുവാനിടയായി. ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള തീരുമാനത്തെ അതേപോലെ ഹൃദയത്തിലുള്ള ഒരു അനുഭവത്തെ ഒരു ദേശത്തോട് വിളിച്ചു പറയുവാൻ ദൈവം ഉപയോഗിച്ചത് പലരെയല്ല, ഒരു കൂട്ടത്തെയല്ല, ഒരു മനുഷ്യനെയാണ് ഉപയോഗിച്ചത്. ഒരു മനുഷ്യനെ ഉപയോഗിക്കുവാനിടയായി. യോന പ്രവചിക്കുമ്പോൾ ആ ദേശത്ത് മിഥ്യാദർശനം ദർശിക്കുന്നവരുണ്ട്, സ്വത്രം. അതുപോലെ വ്യാജ ജൽപ്പനം അല്ലെങ്കിൽ പ്രശ്നം ഉള്ളവരുണ്ട്, പറയുന്നവരുണ്ട്, വ്യാജ പ്രശ്നം വയ്ക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. മരിച്ചുപോയ ആത്മാക്കളെ ശരീരത്തിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ മരിച്ചുപോയ ആത്മാവിന്റെ പേരിൽ വ്യാപരിക്കുന്ന വെളിച്ചപ്പാടിനെ കൊണ്ടുവന്ന് പറയുന്ന ഒരു കൂട്ടം ഉള്ള ഒരു ദേശത്തിന്റെ നടുവിൽ, ആ ദ്വീപിന്റെ നടുവിൽ ദർശനവും വ്യാജ പ്രശ്നവും വിശ്വസിച്ചുകൊണ്ടിരുന്ന രാജാവും കൂട്ടരും അമ്മ മുതൽ വിശ്വസിക്കാതെയായി. അപ്പൊ ഒരു ദേശത്തെ ഭരിച്ചുകൊണ്ടിരുന്ന, ദൈവത്തിൽ നിന്ന് അന്യപ്പെടുത്തിക്കൊണ്ടിരുന്ന, ഹല്ലേലൂയ, ദൈവവചനത്തിൽ നിന്ന് അന്യപ്പെടുത്തിക്കൊണ്ടിരുന്ന, ഹല്ലേലൂയ, ദൈവവചനത്തിൽ വിശ്വസിക്കാൻ വിടാതെ ജനഹൃദയങ്ങളെ ഇരുടാക്കിക്കൊണ്ടിരുന്ന, ഹല്ലേലൂയ, വെളിച്ചപ്പാടിന്റെ ആത്മാവിനെ എന്റെ ദൈവം നൃത്തം ചെയ്യുവാനിടയായി. നിലവിൽ അത് സംഭവിച്ചെങ്കിൽ കേരളത്തിൽ സംഭവിക്കും, ഇന്ത്യയുടെ ഓരോ സ്റ്റേറ്റുകളിലും സംഭവിക്കും, അവൻ ഇന്ത്യയുടെ ഓരോ ഗ്രാമങ്ങളിലും സംഭവിക്കും, ഓരോ പട്ടണങ്ങളിലും സംഭവിക്കും. അവൻ വ്യാജമായ പ്രശ്നങ്ങൾ വച്ച് പ്രശ്നങ്ങൾ അറിയിക്കുന്ന, ജനങ്ങളെ വശീകരിക്കുന്ന വ്യാജ ആത്മാക്കളിലൂടെ വ്യാപരിക്കുന്ന കേന്ദ്രങ്ങളിൽ ഒഴുക്ക് നിന്നു പോകുവാൻ കൂടിയാണ്. എന്നെ ഉപയോഗിക്കണമേ കർത്താവേ, ആലയത്തിലുള്ളവരെ ഉപയോഗിക്കണമേ, ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ ഉപയോഗിക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, അവയെ അധികം പാഴ്വാക്കുകൾ കൊണ്ട്, സ്വതന്ത്രം ജനഹൃദയങ്ങളെ വശീകരിക്കുന്ന വാക്കുകൾ കൊണ്ട് കർത്താവെ സംസാരിക്കാതെ അങ്ങനെ ഹൃദയത്തിലുള്ള അത് പ്രസ്താവിക്കുവാൻ എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നിലവിൽ ദൈവത്തിലേക്ക് തിരിക്കുക. ഒരു മനുഷ്യനെ ഉപയോഗിച്ചെങ്കിൽ ആ മനുഷ്യൻ ഇന്ന് കർത്താവേ, ഹല്ലേലൂയ, ദൈവമേ, ആലയത്തിനകത്ത് വചനം പ്രസ്താവിക്കുക. ദൈവമേ, അവിടെ നിന്ന് ഉപയോഗിക്കണമേ പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, അർത്ഥമുള്ള ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള തീരുമാനത്തെ അറിയിക്കുക, ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള വേദന അറിയിക്കുക, ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള കോപം അറിയിക്കുക, ദൈവത്തിന്റെ ഹൃദയത്തിൽ കരുതി വച്ചിരിക്കുന്ന നന്മകളെ കുറിച്ച് പറയുക, ദൈവം ഒരുക്കിയിരിക്കുന്ന ആരോഗ്യ കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുക. കർത്താവേ, എന്നെ ഇതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുമോ? പട്ടണത്തിലെ ജനത്തെ അത്രയും ദൈവത്തിലേക്ക്, യഥാർത്ഥ പ്രവചനത്തിലേക്ക് തിരിച്ച ദൈവ പ്രവൃത്തി പോലെ കർത്താവേ, അവൻ എന്നെ ഉപയോഗിക്കണമേ എന്ന് ആരും പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിലും ദൈവം ഒരു മനുഷ്യനെ അന്വേഷിക്കുകയാണ്, ഒരു നാവിനെ ദൈവം അന്വേഷിക്കുകയാണ്, ഒരു ഹൃദയത്തെ ദൈവം അന്വേഷിക്കുകയാണ്. ദൈവത്തിന്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുവാൻ കർത്താവേ, എന്റെ ഹൃദയത്തെ സമർപ്പിക്കുന്നു. അങ്ങയുടെ ശബ്ദമായി എന്റെ നാവിനെ സമർപ്പിക്കുന്നു. അങ്ങയെ കുറിച്ച് കാണുവാൻ എന്റെ കണ്ണുകളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ ശബ്ദം കേൾക്കാൻ എന്റെ കാതുകളെ സമർപ്പിക്കുന്നു. കർത്താവേ, എണ്ണി ദൂത് പറയാൻ ഹല്ലേലൂയ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, എല്ലാ കണ്ണുകളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമേ, എന്നെ ഉപയോഗിക്കണം, എന്നെ ഉപയോഗിക്കണം കർത്താവേ. ഹല്ലേലൂയ. ദേശത്തിലെ പട്ടണങ്ങളിലെ ഹല്ലേലൂയ സ്തോത്രം അധിപതിമാർ മുതൽ കർത്താവേ സാധാ ജനപരി അങ്ങിലേക്ക് തിരിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ദൂത് എന്റെ നാവിൽ തരണമേ, എന്റെ ഹൃദയത്തിൽ തരണമേ, പ്രാർത്ഥിക്കുമ്പോൾ തരണമേ, കിടന്നുറങ്ങുമ്പോൾ തരണമേ. അത് അനേകർക്ക് വിടുതലായി ഭവിക്കുവാൻ എന്റെ ദൈവം സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കഴിയുമോ? പട്ടണത്തെ, ഒരു രാജ്യത്തെ മുഴുവനും, ഒരു ദ്വീപിനെ മുഴുവനും തിരിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ദൂതുവാഹിയായി എന്റെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ പദ്ധതി ഉണ്ടെന്ന് ആത്മാവ് ഇടപെടുകയാണ്. വ്യാജ ശരണങ്ങൾ തകരട്ടെ, വ്യാജാത്മാവിലൂടെ പ്രവചിക്കുന്ന പ്രവചനങ്ങൾ നിന്നുപോകട്ടെ. ഉത്സാഹത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. ദൈവജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയെ തടയുന്ന, വാഗ്ദത്ത നിവർത്തിക്ക് കാലതാമസം വരുത്തുന്ന പുണ്യാത്മ മണ്ഡലങ്ങളുടെ സ്വാധീനങ്ങൾ ദേശം വിട്ടുമാറട്ടെ, ജനങ്ങളെ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവജനത്തിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക് ഒരുങ്ങി ചെല്ലേണ്ട ജനത്തെ വ്യാജമായ മാർഗത്തിലേക്ക് വഴി നടത്തുന്ന പുണ്യാത്മ മണ്ഡലങ്ങളെ വ്യാജ പ്രശ്നങ്ങളിലേക്ക്, നിത്യ ദർശനങ്ങളിലേക്ക് വഴി തിരിച്ചു വിടുന്ന പുണ്യാത്മ മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ ജനഹൃദയങ്ങളിൽ നിന്ന് അകറ്റി കളയുന്നതിനായി സ്വന്തം